വെൽക്കം ബാക്ക് ടു മാത്സ് വിത്ത് നേഹ. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫാക്ടറൈസേഷനിലെ എക്സസൈസ് 12.3-ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ തേർഡ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് വൺ. തേർഡ് ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിക്കാം. വർക്ക് ഔട്ട് ദ ഫോളോയിങ് ഡിവിഷൻസ്. അല്ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ 10x - 25 ഡിവൈഡഡ് ബൈ 5 ആണ്. ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് എഴുതുക. 10x ഡിവൈഡഡ് ബൈ 5 - 25 ഡിവൈഡഡ് ബൈ 5 അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. 5 × 2 അല്ലേ 10. അപ്പോൾ 5 × 1 5, 5 × 2 10. അതുപോലെ ഇവിടെ 25/5 അല്ലേ, അതായത് 5 × 1 5, 5 × 5 25. അപ്പോൾ നമുക്കിവിടെ 2x - 5 എന്ന ആൻസർ കിട്ടി അല്ലേ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? 10x - 25 ഡിവൈഡഡ് ബൈ 2x - 5. ഇതെന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയൽ ഡിവൈഡഡ് ബൈ എ പോളിനോമിയലാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് എഴുതിക്കുക. 10x - 25 ഹോൾ ഡിവൈഡഡ് ബൈ ആണ് 2x - 5 എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ 2x - 5 ആണ്. മുകളിൽ ഒരു 2x - 5 ഉണ്ട്. രണ്ടിനെ നമുക്ക് കട്ട് ചെയ്യാമല്ലോ. പക്ഷെ ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ തോന്നും ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, രണ്ടിനെ അങ്ങ് വെട്ടി കളഞ്ഞാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ എന്ന്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇവിടെ ഒരു മൈനസ് സിമ്പലാണ് അല്ലേ. ഇൻറ്റുവോ അല്ലെങ്കിൽ ഒരു ബ്രാക്കറ്റോ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുകളിലത്തെയും താഴത്തേനെയും കട്ട് ചെയ്ത് കളയാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്കൊരു മൈനസ് സിമ്പലാണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. മൈനസ് സിമ്പൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനെ കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ 10x ഡിവൈഡ് ബൈ 2x ഒന്നും കട്ട് ചെയ്യാൻ പറ്റത്തില്ലടാ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 2x - 5 ഒരു ഡിനോമിനേറ്ററിലുണ്ട്. അപ്പോൾ മുകളിലും അതുണ്ടെങ്കിൽ നമുക്ക് രണ്ടിനെയും കട്ട് ചെയ്യാം അല്ലേ. മുകളിലുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബ്രാക്കറ്റിനകത്തുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ 10x - 25-നകത്തുനിന്ന് എന്തെങ്കിലും കോമൺ എടുക്കാണ്ടോ എന്ന് നോക്കാം. നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം 5ൻ്റെ ടേബിളിൽ 10ഉം ഉണ്ട് 25ഉം ഉണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്കൊരു 5നെ കോമൺ എടുക്കത്തില്ലേ? 5 എടുത്തു. അല്ലെങ്കിൽ നമ്മൾ കോമൺ ഫാക്ടർ മെത്തേഡ് വഴി 10x - 25 ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 5 കോമൺ എടുത്തു. അത് ഞാൻ കാണിച്ചു തരാം. മനസ്സിലായില്ല, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാവേ. ആദ്യം ഞാൻ ഇതൊന്ന് ചെയ്യാം. 5 കോമൺ എടുത്താൽ 5 × 2 അല്ലേടാ 10. അപ്പോൾ ആ 2 ബാക്കിയുണ്ട്, പിന്നെ ഒരു എക്സും ഉണ്ട്. മൈനസ് 25-നകത്തുനിന്ന് 5 × 5 അല്ലേ 25. അപ്പോൾ ഒരു 5 ഉപയോഗിക്കഴിഞ്ഞാൽ ബാക്കി ഒരു 5 അവിടെ ഉണ്ടല്ലോ, അത് എഴുതി. ഡിവൈഡഡ് ബൈ 2x - 5 അങ്ങനെ തന്നെ എഴുതി. ഇപ്പോൾ നോക്കിയേ, മുകളിലും താഴെ ഒരു 2x - 5 ഉണ്ട്. ഇവിടെ ഒരു ബ്രാക്കറ്റ് അല്ലേ, അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇൻറ്റു ആണെങ്കിലും കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ 5 എന്ന് കിട്ടി. ഈ 10x - 25 ഇങ്ങനെ എങ്ങനെ ആയെന്ന് ഞാൻ കാണിച്ചു തരാം. 10x - 25-ലെ 10xനെ നമുക്ക് 2 × 5 × x എന്ന് എഴുതത്തില്ലേ. അതുപോലെ 25നെ നമുക്ക് 5 × 5 എന്ന് എഴുതാമല്ലോ. ഒരു 5 കോമൺ അല്ലേടാ, ആ 5 എടുത്തു. ഈ 2x ബാക്കിയുള്ള എടുത്തു, സിമ്പിൾ ഇട്ടു, ഈ 5ഉം കൂടി ഇട്ടു. ഇങ്ങനെയാണ് നമുക്കിത് കിട്ടിയത് കോമൺ ഫാക്ടർ മെത്തേഡ് വഴി. അങ്ങനെ എഴുതിയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ തേർഡ് ക്വസ്റ്റ്യൻ 10y × 6y + 21 ഡിവൈഡഡ് ബൈ 5 × 2y + 7. ആദ്യം നന്നായിട്ടൊന്ന് എഴുതിക്കേ. 10y × 6y + 21 ഡിവൈഡഡ് ബൈ 5 × 2y + 7. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ നോക്കുമ്പം ഇവിടെ ഒരു 10y ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ ബ്രാക്കറ്റ് അല്ലേ, നമുക്ക് അതിനെ കട്ട് ചെയ്യാമല്ലോ. 5 × 2 അല്ലേടാ 10. 5 × 1 5, 5 × 10. അപ്പോൾ 2y എന്ന് കിട്ടി. 2y × 6y + 21 ഡിവൈഡഡ് ബൈ 2y + 7. ബാക്കിയുള്ളതെല്ലാം കൂടെ നമ്മൾ എഴുതിയതാണേ. അപ്പോൾ 2y × 6y + 21 ഉണ്ടല്ലോ. ആ 6y + 21-നകത്തുനിന്ന് എന്തെങ്കിലും കോമൺ എടുത്താൽ നമുക്ക് 2y + 7 ആക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ നമുക്കറിയാം 6ഉം 21ഉം ഏതിൻ്റെ ടേബിളിലാണ് 6ഉം 21ഉം ഉള്ളത്? 3യുടെ ടേബിളിലില്ലേ 6ഉം 21ഉം. 3 × 2 അല്ലേടാ 6, 3 × 7 അല്ലേടാ 21. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യത്തില്ലേ. അപ്പോൾ നമ്മൾ ഈ 2y അങ്ങനെ തന്നെ എഴുതി. ഇൻറ്റു ഒരു 3 കോമൺ എടുത്തു. കോമൺ എടുത്ത് കഴിയുമ്പം 3 × 2 അല്ലേടാ 6, ആ 2 ബാക്കിയുണ്ടല്ലോ, പിന്നെ ആ y ഉണ്ടല്ലോ, പ്ലസ് 3 × 7 അല്ലേ 21. ആ 3 × 7 അത് ഒരു 3 പോയി കഴിഞ്ഞാൽ ബാക്കി 7 അല്ലേ ഉള്ളത്, ആ 7 വിട്ടു. ഡിവൈഡഡ് ബൈ ഈ 2y + 7 അങ്ങനെ തന്നെ എഴുതി. ഇപ്പോൾ ഇവിടെ ഇൻറ്റു അല്ലെങ്കിൽ ബ്രാക്കറ്റ് ആണല്ലോ, അതുകൊണ്ട് നമുക്ക് മുകളിലും താഴെ സെയിം ആയിട്ടുള്ളതിനെ കട്ട് ചെയ്യാം. 2y + 7 മുകളിലും താഴെ സെയിം ആയിട്ടുള്ളതുകൊണ്ട് കട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 3 × 2 6, ബാക്കിയുള്ള y എഴുതിയാൽ നമ്മുടെ ആൻസർ റെഡിയായി. 6y എന്നാണ് നമ്മുടെ ആൻസർ. സോ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണേ. ഫോർത്ത് ക്വസ്റ്റ്യൻ 9x² y², 9x² y² 3z - 24 ഡിവൈഡഡ് ബൈ 27xy × z - 8. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കാണാമോ? ഇപ്പോൾ കാണാമല്ലോ. അപ്പോൾ നമുക്ക് ഇതും കൂടെ ചെയ്തേക്കാം. ഇതും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എഴുതുക നന്നായിട്ട്. 9x² y²
3z minus 24 whole divided by 27xy z minus 8 എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബ്രാക്കറ്റ് ആണല്ലോ, അപ്പോൾ ഇവിടെ ഈ ഒരു ടേമിനെയും ഈ ടേമിനെയും കട്ട് ചെയ്യാനുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എക്സും വൈയും ഒക്കെ ഒന്ന് കട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ എക്സ് നോക്കി, ഇവിടെ 2ഉം ഇവിടെ ഒരു എക്സേ ഉള്ളൂ. അപ്പം 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് 1 അല്ലേ. അപ്പോൾ 2 മൈനസ് 1 1 ആണ്. ചെറുതിനെ കട്ട് ചെയ്തിട്ട് വലുതിൻ്റെ അവിടെ 1 എന്ന് എഴുതി. ഈ 2 വെട്ടിയിട്ട് 2 അല്ലേ വലുത് ഇവിടെ 1-നെക്കാട്ടിലും, അതുകൊണ്ട് 2 വെട്ടിയിട്ട് 1 എഴുതുക. അതുപോലെ വൈ സ്ക്വയറും വൈയും ആകുമ്പോൾ വൈ എന്ന് പറഞ്ഞാൽ വൈ റേസ്റ്റ് 1 ആണ്. വൈ റേസ്റ്റ് അപ്പോൾ 2 മൈനസ് 1 1 അല്ലേ. അപ്പോൾ ഈ ചെറുത് വെട്ടിയിട്ട് ഈ 2 വെട്ടിയിട്ട് 1 എഴുതുക. ഇനി നമ്മൾ നോക്കിയാൽ 9ഉം ഉണ്ട് 27ഉം ഉണ്ട്. 9 എന്ന് പറയുന്നത് 9 ഇൻറ്റു 3 അല്ലേടാ 27, അത് നമുക്കറിയാലോ. അപ്പോൾ നമുക്ക് അതും കൂടെ കട്ട് ചെയ്യാം. 9 ഇൻറ്റു 1 9, 9 ഇൻറ്റു 3 27. അത് ബാക്കിയുള്ളതൊക്കെ എടുത്ത് എഴുതിക്കേ. ഇവിടെ നമുക്ക് 1 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ഉണ്ട് അല്ലേ. 1 എഴുതണ്ട, എക്സ് ഇൻറ്റു വൈ എക്സ് വൈ ഡിവൈഡഡ് ബൈ 3 ഇല്ലേടാ 3, അതുകൂടെ എടുത്ത് എഴുതിയേ. ഇനി നമുക്കുള്ളത് 3z മൈനസ് 24 ഡിവൈഡഡ് ബൈ z മൈനസ് 8 ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ z മൈനസ് 8 ആണ് ഇവിടെ ഒരു z ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഇതിനെ നമുക്കൊരു z മൈനസ് 8 ആക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ ഇതിന് എന്തായി ചെയ്യേണ്ടത്, ഇതിൽ നിന്നൊരു കോമൺ എടുക്കുക. അപ്പോൾ നമുക്ക് എടുക്കാം xy ഇൻറ്റു xy മുകളിലത്തെ ഭാഗം എഴുതുവാണേ. ഇത് ഈ 3z മൈനസ് 24, അപ്പോൾ 3ഉം ഉണ്ട് 24ഉം ഉണ്ട്. രണ്ടിനും കോമൺ ആയിട്ട് എന്താ ഉള്ളത്, 3 ഉണ്ട്. 3യുടെ ടേബിളിലാണ് 3 ഉള്ളത്, 24ഉം ഉണ്ട്. 8 ഇൻറ്റു 3 24 അല്ലേ. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്നൊരു 3യെ കോമൺ എടുക്കത്തില്ലേ. അങ്ങനെ കോമൺ എടുത്തു കഴിഞ്ഞപ്പോൾ 3z-നകത്തുനിന്ന് 3 പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ അവിടെ ഉള്ളത്, z അല്ലേ. ആ z എഴുതി മൈനസ് 8 ഇൻറ്റു 3 അല്ലേ 24. അപ്പോൾ നമുക്ക് 8 ഉണ്ടല്ലോ, ബാക്കി 8 ഇൻറ്റു 3 3 പോയി കഴിഞ്ഞാൽ 8 ഇല്ലേടാ. ആ 8 കൂടെ എഴുതിയേ. ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 3 ഉണ്ട്, ഡിനോമിനേറ്ററിൽ 3 ഉണ്ട്, z മൈനസ് 8 ഉണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ബ്രാക്കറ്റിലുള്ളതൊക്കെ അങ്ങ് കട്ട് ചെയ്യുക. ഇവിടെ ബ്രാക്കറ്റ് അല്ലേ, അപ്പം നമുക്ക് കട്ട് ചെയ്യാം. പ്ലസ്സോ മൈനസോ ആണെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ z മൈനസ് 8ഉം കട്ട് ചെയ്തു. ഇവിടെ ഒരു ഇൻറ്റു സിമ്പിൾ അല്ലേ, അപ്പോൾ ഈ 3യും മുകളിലും താഴെ ഉണ്ടല്ലോ, അതിനെയും കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ xy ആണ് ആൻസർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ. അങ്ങനെയാണ് നമ്മൾ 4th ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇനി നമുക്ക് 5th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5th ക്വസ്റ്റ്യൻ 96 ABC 3a മൈനസ് 12 5b മൈനസ് 30 നേരെ അങ്ങ് എഴുതുവാണേ. ഡിവൈഡഡ് ബൈ 144 a മൈനസ് 4 b മൈനസ് 6. ഓക്കെ അല്ലേ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടോ, ഇവിടെ വല്ലതും ഇല്ല. ഇവിടെ ABC ഉണ്ട്, താഴെ ABC ഒന്നും ഇല്ല, അതും കട്ട് ചെയ്യാനില്ല. അപ്പം നമുക്ക് 96നെ നോക്കാം, 144നെ നോക്കാം. അങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് അവരെ മാത്രം ഒന്ന് എടുത്ത് വെച്ച് ചെയ്താൽ എളുപ്പമില്ലേ. ആദ്യം നമുക്ക് അവരെ ഒന്ന് കട്ട് ചെയ്യുന്ന നോക്കാം. നമുക്ക് ഇവരെ രണ്ടുപേരും ഇത് നോക്കി, ലാസ്റ്റ് നമ്പർ 6 അല്ലേ. 96ന് ലാസ്റ്റ് നമ്പർ 6 അല്ലേ. 144ൻ്റെ ലാസ്റ്റ് നമ്പർ 4 അല്ലേ. രണ്ടും അപ്പോൾ 2ൻ്റെ ടേബിളിലുള്ളവരല്ലേ. 2ൻ്റെ ടേബിളിലുണ്ടെങ്കിൽ എന്താ 2 4 6 8 0 ഇത്രയും നമ്പേഴ്സ് ആയിരിക്കും ഈ ലാസ്റ്റ് വരുന്നത്. ആ നമ്പറിൻ്റെ ലാസ്റ്റ് ആ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് 2 ആയിട്ട് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് 96നെ 144നെ 2 കൊണ്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഒരു കോളം വരച്ചിട്ട് ഡിവിഷൻ കാണിച്ചു തരാം. 96 ഡിവൈഡഡ് ബൈ 2 എത്രയാ, 2 ഇൻറ്റു 4 8, ഒരു 1 കിട്ടി, 6 കിട്ടി, 8 16 0 48. ഇവിടെ കട്ട് ചെയ്ത് 48 എന്ന് എഴുതുക. അതുപോലെ തന്നെ 2 കൊണ്ട് 144നെ ചെയ്യുക. 2 കൊണ്ട് 144നെ ചെയ്യുമ്പം 7 14 0 4 2 4 0, അപ്പോൾ 72 കിട്ടിയില്ലേ. ഓക്കെ, ഇനി നമ്മൾ നോക്കി ഇനിയും വെട്ടാൻ പറ്റുമോ. 48ഉം 72ഉം ലാസ്റ്റ് നമ്പർ 8ഉം ഇവിടെ 2 അപ്പോൾ നമുക്ക് വീണ്ടും 2 കൊണ്ട് ചെയ്യത്തില്ലേ. 48 ഡിവൈഡ് ബൈ 2 ചെയ്യാം. ഇത് ഇച്ചിരൂടെ നീക്കട്ടെ, അപ്പോൾ കാണാമല്ലോ. അപ്പം 48 ഡിവൈഡഡ് ബൈ 2 2 ഇൻറ്റു 4 8 4 8 0 24 അല്ലേ. ഇവിടെ വെട്ടി 24, ഇവിടെ വെട്ടിയാൽ താഴെയും വെട്ടി അതേ നമ്പർ കൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ 72നെ ചെയ്യാവേ. 72 ചെയ്യുമ്പം 3 6 1 2 6 12 0, അപ്പോൾ 36 കിട്ടി. ഡിവിഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ തന്നെ ചെയ്താൽ മതി. ഓക്കെ അല്ലേ. അപ്പം 24ഉം 36ഉം വീണ്ടും കിട്ടി. ഇനി നമ്മൾ നോക്കിയാൽ 24ഉം 36ഉം നല്ല പരിചയമുള്ള നമ്പേഴ്സ് ആണല്ലോ. 24ഉം 36ഉം കൂടെ ഏതിൻ്റെയെങ്കിലും ടേബിളിലുണ്ടോ, അതും നമുക്ക് ഡൗട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ വീണ്ടും നോക്കുക. 4ഉം 6ഉം അല്ലേ ലാസ്റ്റ് നമ്പേഴ്സ്, വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 24നെ നമുക്കറിയാം 12 ഇൻറ്റു 2 ആണ് 24. അതുപോലെ 36 36 1 8 18 ഇൻറ്റു 2 ആണ് 36. ഓക്കെ, നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 24 ഡിവൈഡ് ബൈ 2ഉം 36 ഡിവൈഡ് ബൈ 2ഉം ചെയ്ത് നോക്കിയാൽ മതി, ഈസി ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ 12 ഇൻറ്റു 2 ആണ് 24, 18 ഇൻറ്റു 2 ആണ് 36.
ഇനി വീണ്ടും നോക്കുക. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ ക്ലിയർ ആവും. 12 18 ഏതിൻ്റെ ടേബിളിലാണ് ഉള്ളത്? 3ൻ്റെ ടേബിളിലില്ലേ? 12 ഉണ്ട് 18 ഉണ്ട് അല്ലേ? അപ്പോൾ 4 × 3 അല്ലേടാ 12. അപ്പോൾ 4 എഴുതി. അതുപോലെ 6 3s are 18 അല്ലേ? 6 × 3 അല്ലേ 18. അപ്പോൾ 6ഉം കിട്ടി. ഇനി വീണ്ടും ഇനിയും കട്ട് ചെയ്യാം നമുക്കിവരെ. അപ്പോൾ 4 അപ്പോൾ 2ൻ്റെ ടേബിളിൽ 4 ഉണ്ട് 6ഉം ഉണ്ട്. അപ്പോൾ 4നെ നമുക്ക് 2 × 2 4ഉം 2 × 3 6 എന്നും എഴുതാം. അപ്പോൾ 2/3 കിട്ടിയോ? ഇങ്ങനെ നമുക്ക് 96 / 144നെ ഈസി ആയിട്ട് ചെയ്യാം. ഈസി ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് നേരം വേണം. എന്നാലും നമുക്ക് ഈസി ആയിട്ട് 2 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്ത് 2/3 എത്തിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്ക് അപ്പോൾ 2/3 കിട്ടി. അപ്പോൾ നമുക്ക് ഇവരെ രണ്ടുപേരും വെട്ടിയിട്ട് 2/3 എഴുതാം. അതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ എഴുതാം അവർ. 96 ABC 3A - 12 5B - 30 ഡിവൈഡഡ് ബൈ 144 × A - 4 B - 6. അപ്പോൾ നമ്മൾ ഇവർ രണ്ടുപേരും വെട്ടിയിട്ട് 2/3 എന്ന് എഴുതി. ഇനി നമ്മൾ നോക്കിയേ, ഇവിടെ A - 4 ഉണ്ട്, ഇവിടെ ഒരു A ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ A - 4 ആക്കുവാണെങ്കിൽ കട്ട് ചെയ്യത്തില്ലേ മുകളിലും താഴെയും? അതുപോലെ ഇവിടെ B - 6നെ നമ്മൾ ഇവിടെ ഒരു B ഒക്കെ ഉണ്ടല്ലോ, അതിനെയും B - 6 എന്നൊക്കെ ആക്കുവാണെങ്കിൽ കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് കോമൺ എടുക്കാം അവിടെ അതിനകത്തുനിന്ന്. അപ്പോൾ ആദ്യം നമ്മൾ ഈ 2 ഒക്കെ ഒന്ന് എഴുതിക്കേ. ABC ഉണ്ട് 2ABC മുകളിലത്തെ ഭാഗം എഴുതുക. അപ്പോൾ 3A - 12നകത്തുനിന്ന് എന്തെങ്കിലും കോമൺ എടുക്കാവോ? 3 എടുക്കത്തില്ലേടാ? 3 എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 3 × Aക്ക് അതും 3 പോയി കഴിഞ്ഞാൽ A അല്ലേ ബാക്കി? -3 × 4 അല്ലേ 12. അപ്പോൾ 3 പോയി കഴിഞ്ഞാൽ ബാക്കി 4 അവിടെ ഇല്ലേ? ആ 4 എഴുതി. ഇനി ഇതിനകത്തുനിന്ന് എന്താ കോമൺ എടുക്കാൻ? 5B - 30ക്കകത്തുനിന്ന് 5 ഇല്ലേ? 5 × 6 30 അല്ലേ? അപ്പോൾ നമുക്ക് 5 കോമൺ എടുക്കത്തില്ലേ? 5 എടുത്തു. 5Bക്കകത്തുനിന്ന് 5 എടുത്തു കഴിഞ്ഞാൽ ബാക്കി അവിടെ എന്താ? B ഉണ്ട്. -5 × 6 അല്ലേ 30. അപ്പോൾ 5 പോയി കഴിഞ്ഞാൽ ബാക്കി 6 അവിടെ ഇല്ലേ? അതും എഴുതി. ഇനി ഡിവൈഡഡ് ബൈ ഈ 3 ഉണ്ട്, അതെഴുതി. ഇനി A - 4 എഴുതി. അതുപോലെ B - 6നെയും കൂടെ എഴുതി. ഇനി നമ്മൾ നോക്കുക, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. 3യുടെ അപ്പുറം ഇപ്പുറം ഒക്കെ നോക്കി, ഇവിടെ ഇൻറ്റു ആണ്, ഇവിടെ ഒരു ബ്രാക്കറ്റ് ആണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം മുകളിലും താഴെ അല്ലേ? അതുപോലെ A - 4ഉം A - 4ഉം ബ്രാക്കറ്റിലല്ലേ? അതിന് രണ്ടിനെയും കട്ട് ചെയ്യത്തില്ലേ? അതുപോലെ B - 6നെയും B - 6നെയും കട്ട് ചെയ്യത്തില്ലേ? അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി വരുന്നത് 2ABC. ബാക്കി എന്താ? ഒരു 5 ഉണ്ട് അല്ലേ? × 5 എന്ന് വരും. അപ്പോൾ 5 × 2 10. ബാക്കിയുള്ള ABCയും കൂടെ എഴുതിയാൽ 10 ABC എന്ന് പറഞ്ഞ ആൻസറും കിട്ടും. ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. ഇത്രയേ ഉള്ളൂ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. അപ്പം വീഡിയോ മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.